പൂജിത വേദി ദീപങ്ങൾ തെളിയുന്നിതാ. മാലാഖമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷത്തിൽ ഇന്ന് എലിസബത്തും മറിയവും ഒന്ന് ചേർന്ന് കണ്ടുമുട്ടുന്ന നിമിഷമാണ് പ്രതിപാദ്യ വിഷയം. ഉദരങ്ങൾ കുതിച്ചു ചാടുന്നു എന്ന് പറയുക. ആത്മാവിൻ്റെ വലിയ അഭിഷേകമുണ്ടാകുന്നു. നമ്മൾ പെന്തക്കോസ്തയിൽ വായിക്കുന്നത് പോലെ തന്നെ ഇവിടെയും രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ ആത്മാവിൽ കുഞ്ഞ് ഉദരത്തിൽ കുതിച്ചാടി എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ചോദ്യം ഇതാണ്, ഇത് കഥയാണോ റിയൽ അനുഭവമാണോ? ഇത് ഇന്ന് നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നെൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ സ്നേഹ ബന്ധങ്ങളിൽ, എൻ്റെ അയൽവാസി ബന്ധങ്ങളിൽ ഈ ഒരു കുതിച്ചുചാട്ടം അനുഭവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് എവിടെയൊക്കെ നടക്കുന്ന ചെറിയ സംഭവം മാത്രമാണ്, വായിച്ച് തള്ളുന്ന, അല്ലെങ്കിൽ സ്നേഹത്തോടെ വിശ്വാസത്തിൽ വായിച്ചു പോകുന്ന, ഈ കാലഘട്ടത്തിൽ സംഭവിക്കാനിടയാകാത്ത ഒരു സംഭവമാണെന്നുള്ള. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ചലഞ്ച് ഇത് തന്നെയാണ്. ഇത് ഞാൻ ഒരുമിച്ച് വരുമ്പോഴൊക്കെ, എൻ്റെ ദാമ്പത്യ ജീവിത വിശ്വസ്തതയിൽ ഞാനും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, മക്കളെ അടുത്തിരുത്തി അവരുടെ കുസൃതികളോടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ, ഞാൻ അയൽപക്ക സ്നേഹത്തിൽ അയൽപക്കക്കാരോട് ഹൃദയം തുറന്ന് സ്നേഹിച്ച് അടുത്തിരിക്കുമ്പോഴൊക്കെ അനുഭവിക്കേണ്ട ഒരു ആത്മാവിൻ്റെ കുതിച്ചുചാട്ടമാണ്. ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആത്മാവിൻ്റെ കുതിച്ചുചാട്ടം, ഒരു സന്തോഷത്തിൻ്റെ തിരതള്ളൽ, അതിൻ്റെ ഒരു ആനന്ദം, അത് ഇന്നും അനുഭവിക്കേണ്ടതാണ്. നമുക്കതിനായിട്ട് ആഗ്രഹിക്കും. കർത്താവെ, എൻ്റെ എല്ലാ ബന്ധങ്ങളിലും, എൻ്റെ എല്ലാ സ്നേഹ ഇടപെടലുകളിലും, ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ ഒരു കുതിച്ചുചാട്ടം എന്നിലൂടെയും അവരിലൂടെയൊക്കെ അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പിക്കാം. ഇത് മറന്ന് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പിയോദിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകയുടെ പ്രസവം വഴി അങ്ങേ മഹത്വത്തിൻ്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തിരുവുള്ളമായ ദൈവമേ, മനുഷ്യ അവതാര രഹസ്യം വിശ്വാസത്തിൻ്റെ സമഗ്രതയോടെ ആദരിക്കുവാനും എപ്പോഴും ഉചിതമായ ഭക്തിയോടെ
ആചരിക്കുവാനും ഞങ്ങൾക്ക് കൃപയരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നതയുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, ബെത്ലഹേം എഫാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവൻ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്നും നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലതു കൈ നീട്ടി ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്നും ഒരിക്കലും പിന്തിരികയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഈശോമിശിഹ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു: ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു: ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. Hallelujah, 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 കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്കെങ്ങനെ യോഗ്യത ഉണ്ടായി? അധ്യായം 1, 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നിന്റെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ആമേൻ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 3 ചിന്തകളാണ് മനസ്സിലൂടെ ഈ വചനം ധ്യാനിച്ചപ്പോഴൊക്കെ കടന്നുപോയത്. ആദ്യ ചിന്തയാണ് ഞാൻ ആദ്യം ആമുഖ സന്ദേശത്തിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. എവിടെയൊക്കെയോ നമ്മൾ നമ്മിൽ വസിക്കുന്ന ത്രിത്വിക ദൈവത്തിൻ്റെ, അതിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ അഭിഷേകത്തെ മറന്നു പോകുന്നു. മാമോദിസയിലൂടെ ആത്മാവിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി ക്രിസ്തുവിൻ്റെ സ്വന്തമായി എന്നാ പറയുക. മാമോദിസയിലൂടെ നമ്മൾ പിതാവിൻ്റെ മക്കളായി, യേശുവിൻ്റെ സ്വന്തമായി, ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരാണ്. ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ വായിക്കുമ്പോൾ മനസ്സിൽ വരേണ്ട ഒരു ചിന്ത അതുതന്നെയാണ്. ഈ കുതിച്ചു ചാട്ടം എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ ഭാഗമാക്കി അപ്പോൾ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, നമ്മൾ സ്വയമേ ചോദിക്കുന്ന ചോദ്യം, എനിക്കെങ്ങനെ പറ്റുമെന്നുള്ളതാണ്. ഞാൻ വിശുദ്ധിയൊന്നുമല്ലല്ലോ, ഞാൻ വിശുദ്ധനൊന്നുമല്ലല്ലോ. എല്ലാ ദിവസവും തെറ്റ് ചെയ്യുന്നു, എല്ലാ ദിവസവും എൻ്റെ വാക്ക് മുറിഞ്ഞു പോകുന്നു. വാക്കുകൾക്ക് ചിലപ്പോൾ അല്പം കാഠിന്യമുണ്ട്. എല്ലാ ദിവസവും എൻ്റെ കണ്ണ് തെറ്റിപ്പോകുന്നുണ്ട്. എല്ലാ ദിവസവും എനിക്ക് ദാമ്പത്യ വിശുദ്ധി ഒന്നും കാക്കാൻ പറ്റുന്നില്ല. എവിടെയൊക്കെ പിഴച്ചു പോകുന്നുണ്ട്. ഒത്തിരി തീരുമാനങ്ങളെടുത്ത് 24 ദിവസം നോൻപെടുക്കണമെന്നൊക്കെ, ഇറച്ചി കഴിക്കരുതെന്നൊക്കെ ഇറച്ചി കഴിച്ചു പോകുന്നുണ്ട്. മത്സ്യം കൂടുതൽ കഴിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ആർത്തിയുണ്ട്, ഒരു ശാരീരിക ബലഹീനത ഉണ്ട്. ഈ ചോദ്യം നമ്മളെ അലട്ടാം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്നിട്ട് പോലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ. ഇത് പിശാചിൻ്റെ പണിയാണെന്ന് പറയുക. പിശാച് നമ്മളെ, അവിടെയാണ് ഒന്നാമത്തെ വായന ഇന്ന് മീക്ക പ്രവാചകനിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ചെറുപട്ടണങ്ങളായ ബത്ലഹേമിനോടൊക്കെയാണ് ദൈവം പറഞ്ഞത്, അവിടെ ക്രിസ്തു പിറക്കും. 12 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രം,
ഏറ്റവും ബലഹീനമായ ഗോത്രം, ആരും ഗൗനിക്കാത്ത ഒരു ഗോത്രം. ആ ഗോത്രത്തിലാണ് ഏറ്റവും വലിയവൻ പിറന്ന് വീഴുന്നത്. ചേർത്ത് വായിക്കേണ്ട ചിന്ത ഇത് തന്നെയാണ്. നീ നിന്നെക്കുറിച്ചൊന്നും അത്രയും ആകുലപ്പെടേണ്ട കാര്യമില്ല. നിന്റെ വീഴ്ചകളെക്കുറിച്ചൊന്നും അതിനപ്പുറത്തേക്കൊന്നും ആകുലപ്പെടേണ്ട. ശക്തനായവൻ നിന്നിൽ പിറക്കും. അത് അവൻ്റെ പണിയാണ്. എളിമയോടെ, സ്നേഹത്തോടെ, അനുതാപത്തോടെ ഒക്കെ വന്ന് ഈ ഒരു ദേവാലയത്തിൽ വന്ന് കുടുംബത്തിലേക്ക് പോയി ഒന്ന് ആഗ്രഹിച്ചു തുടങ്ങുക. ദൈവം എന്നിൽ പിറക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബലഹീനമായ ശരീരത്തിൽ 70 പ്രാവശ്യം തെറ്റിപ്പോകുമ്പോഴൊക്കെ ഒന്ന് ഓടി വന്ന് കരഞ്ഞിട്ട് ഹൃദയത്തിലെ കൈകൾ വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കൃപ വേണമെന്ന് ഒരു വലിയ ബോധ്യത്തോടെ, അതിലുപരി സ്നേഹത്തോടെ, കരുണയോടെയൊക്കെ ഒന്ന് ആഗ്രഹിച്ചു തുടങ്ങുക. ദൈവം അവിടെ ഇറങ്ങി വന്ന് ഈ ആത്മാവിൻ്റെ അഭിഷേകം തന്ന് നമ്മെ നമ്മുടെ കർത്തവ്യം നിർവഹിക്കാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. ഇതാണ് പ്രധാനപ്പെട്ടത്. ഓരോരുത്തരെയും അവരുടെ കർത്തവ്യങ്ങളിലേക്ക് ആത്മാവ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, പിതാവിൻ്റെ വലിയ അഭിഷേകത്തിൽ നടത്തിക്കൊള്ളും. നീ ചെറുതാണെന്ന് പറഞ്ഞു പോകരുത്. ഈ ചെറുത് കർത്താവിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. നീ ചെറുതാണെന്ന് പറഞ്ഞു പോകരുത്. ഈ ആഴ്ചയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിൽ കുർബാന കൊടുക്കാൻ അത്യാവശ്യമായിട്ട് പോയതാണ്. ആദ്യം ഒരു കുർബാന കൊണ്ടുപോയി ക്യാൻസർ വാർഡിൽ കയറി അവിടെ അമ്മച്ചിക്ക് ചെറിയ കുർബാന മാത്രം കൊടുത്തു. പകുതി ബാലൻസ് ഉണ്ട്. ഞാൻ തിരിച്ചു പോരാൻ ഇറങ്ങുമ്പോൾ പകുതിയും കൂടി തിരിച്ചു പോരണം. അപ്പോഴാണ് വേറെ വടതേരിയിൽ കിടക്കുന്നൊരു മകൻ അവിടെ ഇന്നലെ ആക്സിഡൻ്റായിട്ട് വന്നത്. അവൻ ഇന്നലെ മുതൽ കരച്ചിലാണ്. എല്ലാവരോടും വിളിച്ചു പറഞ്ഞു അവൻ വേദന മാറണം. വേദന മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്നു. എൻ്റെ കയ്യിൽ കുർബാന ഉണ്ടെന്ന് അവൻ അറിയത്തില്ല. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്ന മകനാണ്. ചെന്നു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ, ഞാൻ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടും വേദന മാറുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, വേദന മാറത്തില്ല, അത് ശരീരമല്ലേ. പക്ഷെ വേദന മാറും. അതിനൊരു വഴി ഇതാണ്. പിടയുന്ന ക്രിസ്തുവിൻ്റെ വേദനയോട് ഈ വേദനയും ചേർത്ത് വെച്ച് ആത്മാക്കളെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി പിടഞ്ഞ ക്രിസ്തുവിനോട് ആ വേദനയോട് ചേർത്ത് വെച്ചിട്ട് ഈ വേദന സ്വീകരിച്ചിട്ടൊന്ന് സ്തുതിക്കുക, ഒന്ന് ആത്മാക്കളെ രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങുക. അവിടെ ദൈവം കൃപ ഒഴുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം കുർബാന കൊടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വേദന പോയി, എനിക്കിനി വേദനയില്ല. വളരെ സന്തോഷത്തോടെ അല്പസമയം പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് വേദനയില്ല. കാരണം എനിക്ക് കർത്താവിൻ്റെ വേദനയോട് ചേർത്ത് വെച്ച് കുർബാന സ്വീകരിച്ചപ്പോൾ ഒരു സൗഖ്യമുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഈ ആഴ്ചയിൽ ഞാൻ കണ്ടുമുട്ടിയ കുറേ കുടുംബങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അതിലൊരു കുടുംബം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതാണ്. അമ്മ മകളെ വിശ്വസ്തയോടെ വളർത്തുന്നു 20 വർഷമായിട്ട്. ഞാൻ എവിടെയോ വെച്ചായിരുന്നു അത്. ദാമ്പത്യ വിശുദ്ധിയിൽ ഭർത്താവ് മരിച്ചപ്പോഴും ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോഴും ആ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് ആരോടും പരാതി പറയാതെ അമ്മ കുടുംബത്തെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് കൃപയുടെ, ആത്മാവിൻ്റെ, സന്തോഷത്തിൻ്റെ ജീവിത വഴി. അത്രയേ ഉള്ളൂ. ചെറു 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 ജീവിത വഴികൾ, ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അതിൻ്റെ കഷ്ടപ്പാടിൽ, പക്ഷെ അതിൻ്റെ ആനന്ദത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംരക്ഷണത്തിൻ്റെ രീതി, അതൊരു മനോഹരമായ കാഴ്ചയാണ്. മകൾക്ക് വേണ്ടി ഭർത്താവിനോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് കഷ്ടപ്പെട്ട്, പക്ഷെ അതിലുപരി സന്തോഷത്തോടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ ദൈവം കൃപ ആവശ്യമുള്ള സമയത്ത് ഒഴുക്കി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മാതൃകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോഴൊക്കെ. അപ്പോൾ ചേർത്ത് വയ്ക്കുന്ന രണ്ടാമത്തെ ചിന്ത, ആത്മാവിൻ്റെ അഭിഷേകത്തോട് ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പോരായ്മകളെക്കുറിച്ച് വളരെ ഭയങ്കരമായിട്ട് നമ്മൾ അസ്വസ്ഥമാകാതിരിക്കുക. സമർപ്പിച്ചിട്ട് ആത്മാവിൽ യാത്ര ചെയ്ത് തുടങ്ങുക. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഈ ആത്മാവിൻ്റെ തുള്ളിച്ചാട്ടവും ഒക്കെ ഉണ്ടാവുക.
മൂന്നാമത് അവസാന ഭാഗത്ത് എലിസബത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്, വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. എളുപ്പമൊന്നുമല്ലല്ലോ അമ്മയ്ക്കത് വിശ്വസിക്കാൻ, എളുപ്പമൊന്നുമല്ല. നമ്മൾ കഥ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ എളുപ്പമാണ്. ഔസേപ്പിതാവ് മാധവനെയും കൊണ്ടുപോയി, മാതാവിനും ഔസേപ്പിതാവിനും സ്വപ്നത്തിൽ ദൈവം സന്ദർശിച്ചു. ഇല്ല, അങ്ങനെയൊന്നുമല്ല. അവർ ജീവിത സാഹചര്യത്തിൽ അവർ ജീവിച്ചേ മതിയാകും. ദൈവത്തിൻ്റെ ദൂത് വന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എല്ലാം കിട്ടിയൊന്നുമില്ല, ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ നടന്നു, ഔസേപ്പിതാവും നടന്നു. അന്ന് ഒളിച്ചോടിയതവർ ആ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു, എളുപ്പമല്ലായിരുന്നു. പക്ഷെ അവര് ദൈവത്തിൻ്റെ സ്വപ്നവും പേറി വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ യാത്ര, ആരോടും പരാതി പറയാതെ, ആരോടും വ്യാഖ്യാനിക്കാതെ, ആരോടും ഇങ്ങനെയാണെന്ന് പറയാൻ നിൽക്കാതെ ദൈവത്തെ മാത്രം ശ്രവിച്ചുകൊണ്ട് ഒന്ന് മാറി നടക്കാൻ ശ്രമിച്ചു. അവർ സ്വസ്ഥമായിട്ട് മാറി നടന്നു. പിന്നെ ജന്മം നൽകിയപ്പോൾ തിരിച്ചു വന്നു. അത്രയും നാളത്തെ ഒരു വനവാസമുണ്ട്. പരാതി പറയാതെ, സ്വന്തക്കാരോ ബന്ധുക്കളോ അടുത്തില്ലാതെ, ഒറ്റപ്പെട്ട് ഇവർ രണ്ടുപേരും മാത്രമായിട്ട് ഒരു വീട് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വർഷമുണ്ട്. ഇത് തന്നെയാണ് നമ്മോടും ഇന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ഒറ്റപ്പെട്ടാകാം, ചിലപ്പോൾ ഒരുമിച്ചാകാം, ഒരു പരാതിയും പറയാതെ ക്രിസ്തു മുമ്പിലുള്ളതുകൊണ്ട് മുന്നോട്ട് പോകാം, ജീവിച്ചു തീർക്കുക. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെച്ചത് ഇങ്ങനെ തന്നെയാണ്, വിശ്വാസത്തിൻ്റെ യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുക. രണ്ട് കാര്യം പാപ്പ അത് ചേർത്ത് വെച്ചു. ഈ കോവിഡ് കാലം മരണത്തിൻ്റെ കാലമാണ്. എൻ്റെ ചുറ്റും ഞാൻ മരണം കണ്ടു എന്നാണ് മാർപ്പാപ്പ പറയുക. എൻ്റെ ചുറ്റും ഇറ്റലിയിൽ ഒത്തിരി പേര് മരിച്ചു വീണു, എനിക്ക് ഉത്തരമില്ല. പക്ഷെ അതിനിടയിലും ഞാൻ മാലാഖമാരെ കണ്ടു. അതിനിടയിലും ഞാൻ ശുശ്രൂഷിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതലുള്ള വ്യക്തികളെ കണ്ടു. ദൈവം അവരിലൂടെ ഇവിടെ ഇറങ്ങി വന്നു. അതുകൊണ്ട് എനിക്ക് സ്വപ്നമുണ്ട്. നിങ്ങൾക്കും വിശ്വാസത്തിൻ്റെ സ്വപ്നമുണ്ടാകണം, യാത്ര തുടരണം. അപ്പോൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ തകർന്നു പോകരുത്. ചുറ്റും മരണമുണ്ടാകാം, ചുറ്റും ബാധ്യതയുണ്ടാകാം, ചുറ്റും അസ്വസ്ഥതകളുണ്ടാകാം. പക്ഷേ അതിനിടയിൽ വരുന്ന മാലാഖമാരോട് ചേർന്ന് കൈപിടിച്ച് ദൈവത്തെ സ്വപ്നം കണ്ട് നടന്ന് തുടങ്ങുക. വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. വിശ്വസിച്ച് നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ച് തുടങ്ങുക. അതാണ് മൂന്നാമതായിട്ട് പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വചനം നമ്മോട് പറയുന്നത്, വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ വിശ്വസിച്ച് തുടങ്ങുക, നമ്മുടെ കുടുംബത്തെ വിശ്വസിച്ച് തുടങ്ങുക, നമ്മുടെ മക്കളെ വിശ്വസിച്ച് തുടങ്ങുക, നമ്മുടെ ഭർത്താവിനെയും ഭാര്യയും അമ്മയെയും അപ്പനെയും വിശ്വസിച്ച് തുടങ്ങുക. എന്നിട്ട് ആ ഒരു ഭാരവും പേറി മനസ്സിലാക്കാത്ത അപ്പനും അമ്മയും മരുമകളും ചിലപ്പോൾ യോജിക്കത്തൊന്നുമില്ല. പക്ഷെ അതിനൊരു സുഖമുണ്ട്, അതിനൊക്കെ സുഖമുണ്ട്. അമ്മയുടെ ചീത്ത കേൾക്കുമ്പോഴുള്ള ഒരു സുഖമൊക്കെ ഉണ്ട്. ഈ സുഖമൊക്കെ പേറി ഒരേ മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, വിശ്വാസത്തോടെ അതിനിടയിൽ ഇറങ്ങി വരുന്ന മാലാഖ ചിലപ്പോൾ ഭർത്താവാകാം, മാലാഖ ചിലപ്പോൾ മകനാകാം, മാലാഖ ചിലപ്പോൾ ഒരു അച്ഛനാകാം, ഒരു സിസ്റ്ററാകാം. ഈ മാലാഖമാരുടെ കൂടെ നടന്ന് തുടങ്ങുക എന്നാണ് കർത്താവ് പറയുക. നമുക്ക് ഈ കാലഘട്ടം ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകമുള്ള, എന്നിൽ അഭിഷേകമുള്ള കാലഘട്ടമാകട്ടെ. നിന്നെയാണ് കർത്താവിന് ആവശ്യമുള്ളത്. നിന്റെ കുറവുകളെയും നിന്റെ ജീവിതത്തെയും കർത്താവിന് ആവശ്യമുണ്ട്. പുതു സ്വപ്നങ്ങളോടെ, വിശ്വാസത്തോടെ നമുക്ക് അമ്മയോടൊപ്പം, യോസേപ്പിനോടൊപ്പം നടന്നു തുടങ്ങാം. അപ്പോൾ ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ പുതു സന്തോഷം നൽകുന്ന ദിവസമായിട്ട് മാറും. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു.
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സഭയെ സമർപ്പിക്കാം. നമ്മുടെ ഇടവക കൂട്ടായ്മകളെ ഓർക്കാം. നമ്മുടെ കുടുംബത്തിലെ പ്രത്യേക നിയമങ്ങളെ ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ കുറവുകളെയും അസ്വസ്ഥതകളെയും സ്വപ്നങ്ങളെയും ആൾത്താൽ ഇറക്കി വയ്ക്കാം. നമുക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേക അൾത്താര മുന്നിലായി ഇടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ, ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. നിൻ സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. പ്രിയ സഹോദരരെ, നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ബലിപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന കാണിക്കകൾ കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിന്റെ ബലിഹീനതയിൽ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നവ അങ്ങേ ശക്തിയാൽ പവിത്രമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവനെ പാടിപ്പകർത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യ അവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവം
ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലകന്മാരോടും പ്രധാന മാലകന്മാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങ് മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേ ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജരാജനങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങൊരിക്കലും വിരമിക്കുന്നില്ല. ഒരു നിമിഷം ആഗ്രഹത്തോടെ ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുക. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അല്പം കൂടി ജ്വലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു.
അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതനായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതനായും ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും വിശുദ്ധ അമ്മ തെരേസ്യയോടും യോഹന്നാൻ ക്രൂസിനോടും കൊച്ചുരേസ്യയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവിടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞാൻ ഫ്രാൻസിസ് പാപ്പയോടും അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടല്ലണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. എൻ്റെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങ് പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞാൻ അയക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ദിവസത്തിൻ്റെ ഈ ആഴ്ചയിലെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് നില മോചിപ്പിക്കണമേ. ദിനങ്ങൾ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ
കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, നിന്റെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരക്തവും നമ്മെ എല്ലാവരെയും നിത്യജീവിതത്തിനായിട്ട് സംരക്ഷിക്കട്ടെ. ആമേൻ. കാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ഏതോ ഓരമ്മ തൻ കയ്യാ അന്നു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. ഏതോ ഓരമ്മ തൻ കയ്യാ
നിന്ദേഹമാ അപ്പത്തെ അവിടുന്ന് ആശീർവദിച്ചിടണേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ. അതുമാത്രമാണെന്റെ ആശ. അപ്പം പകുത്തേകും നേരം നിന്റെ നെഞ്ചിന്റെ നേരും നീ ചേർത്തു. പകർന്നേകും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ഓർത്തു. അപ്പം പകുത്തേകും നേരം നിന്റെ നെഞ്ചിന്റെ നീരും നീ ചേർത്തു. പകർന്നേകും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ഓർത്തു. പാദന്റെ സ്വർഗ്ഗത്തെ പത്താഴമേശയിൽ പ്രാണൻ പകർന്നു നീ കാത്തു. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ. അതുമാത്രമാണെന്റെ ആശ. അറിയിപ്പുകൾ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഒരുക്ക കുമ്പസാരം നമ്മൾ വെള്ളി ശനി 23, 24 ദിവസങ്ങളിൽ നടത്തുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും ഉച്ച കഴിഞ്ഞ് 4 മണി മുതൽ 8 വരെയുമായിരിക്കും കുമ്പസാര സമയം. എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന പോലെ പുൽക്കൂട് നക്ഷത്ര മത്സരങ്ങൾ ഇപ്രാവശ്യം നടത്തുന്നു. പുൽക്കൂട് മത്സരം 7 യൂണിറ്റുകൾക്ക് വേണ്ടിയാണ്. നക്ഷത്ര മത്സരം ആർക്ക് വേണമെങ്കിലും 24-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മുന്നേ ദേവാലയ മുറ്റത്ത് നക്ഷത്രങ്ങൾ നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കുന്ന നക്ഷത്രം, നമുക്ക് പഴയ പരമ്പരാഗത രീതിയിലുണ്ടാക്കുന്ന നക്ഷത്രം കൊണ്ടുവരാവുന്നതാണ്. ബൾബും മറ്റ് ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നതാണ്. ഡിസംബർ 24-ാം തീയതി നമ്മൾ 11 മണിക്കാണ് ഒരു കരോൾ ഗാന ശുശ്രൂഷയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്വയർ ടീമും നമ്മുടെ കുട്ടികളൊക്കെ ഒരുമിച്ച് നടത്തുന്ന ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്രിസ്മസിൻ്റെ സന്തോഷം പുൽകുന്ന ഏതാനും കരോൾ ഗാനങ്ങളും. അതിനുശേഷം 11:30 ആശ്രമത്തിൻ്റെ വടക്ക് വശത്തുള്ള കവാടത്തിലൂടെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ണിയെയും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായിട്ട് വരുന്നു. തുടർന്ന് ദിവ്യബലി 11:30 പ്രദക്ഷിണം നമ്മൾ ആരംഭിക്കും. ദിവ്യബലിക്ക് ശേഷം ദേവാലയ മുറ്റത്ത് കുട്ടികളുടെ ചെറിയ 1-2 ഡാൻസൊക്കെ ഉണ്ടാകും. ക്രിസ്മസുമായിട്ട് അനുബന്ധമായ പാട്ടുകളൊക്കെ വെച്ചുകൊണ്ട് 1-2 ഡാൻസ്, ഒരു ഫ്ലാഷ് മോബ് പോലെ ആ കുട്ടികളുടെ അതിലേക്കും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 24-ാം തീയതി വൈകിട്ട്, അതായത് വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ദിവ്യബലിയും, അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആരാധനയുണ്ട്, അതും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 7:30 9 മണിക്കും 2 ദിവ്യബലികൾ ഇവിടെ അർപ്പിക്കപ്പെടുന്നതാണ്. വൈകിട്ടത്തെ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല. 23-ാം തീയതി രാവിലെ രോഗികൾക്കും പ്രായമായി വീട്ടിലിരിക്കുന്നവർക്കും കുമ്പസാരവും ദിവ്യകാരുണ്യവും സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. അത് ആവശ്യമുള്ളവരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കൾ കൂടെയുള്ളവരെ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 2022 നമ്മളുടെ കുടുംബ തിരുനാളിൻ്റെ പ്രസിദ്ധേന്തിമാർ 20 പേരുണ്ട്. അവരുടെ പേര് ഞാനൊന്ന് വായിക്കാം. ജോസഫ് തെക്കേ വീട്ടിൽ, ജോസഫ് ജോബി ഗിൽസൺ മുള്ളൂർ, മെർലി മാത്യു കൂട്ടുങ്കൽ, ബെഞ്ചിത് ഷാജി, ജോസ് ബ്ലൈസ് ആലുങ്കൽ,
എലിസബത്ത് അക്വീനാസ്, ജോഷി ജോസഫ് വീരാത്ത്, മാനുവൽ ബെവേര, ആന്റണി മേത്തശ്ശേരി, നടുവിലപ്പറമ്പിൽ ജോസഫ് അന്റോണിയോ, ബൈജു കാഞ്ഞിരത്തിങ്കൽ, ജോസഫ് കൊണോത്ത്, അലീന തെരേസ, കൊതിരിത്തറ ജോസഫ്, സ്റ്റാനി ഗിൽസൺ, ജോസഫ് കോയിൽപ്പറമ്പിൽ, ജോസഫ് വലിയപ്പറമ്പിൽ, ജോസ് ആന്റണി പറത്തറ, ലിൻഡ ആന്റണി, ജോഫീന വെള്ളേപ്പറമ്പിൽ. ഇതാണ് അടുത്ത വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്തിമാർ. ജനുവരി മാസമാണ് നമ്മുടെ തിരുനാൾ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അനൗൺസ് ചെയ്തിരുന്നു. 7, 8, 9 തീയതികളിൽ നമ്മൾ തിരുനാൾ ആഘോഷിക്കും. സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നുള്ള ഒരു അറിയിപ്പ്. 24-ാം തീയതി ക്രിസ്മസ് രാത്രി അഭിവന്ദ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 11 മണിക്ക് ആഘോഷമായ ക്രിസ്മസ് ദിവ്യബലി. അതിനു മുമ്പ് 10 മണിക്ക് ഗായക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ഗാനം ഉണ്ടായിരിക്കും. 25-ാം തീയതി അടുത്ത ശനിയാഴ്ച ക്രിസ്മസ് ദിനത്തിൽ നൊവേന ഉണ്ടായിരിക്കുന്നതല്ല. ജനുവരി മുതൽ ശനി ഞായറും ഒഴിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം 6-ന് സിമിത്തേരി പള്ളിയിൽ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ് എന്നറിയിക്കുന്നു. ഡോൺ ബോസ്കോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു അറിയിപ്പ്. വടുതല ഡോൺ ബോസ്കോ ടെക്കിൽ സൗജന്യ ഫാഷൻ ടെക്നോളജി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണത്. പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം. വിദ്യാഭ്യാസ യോഗ്യത SSLC, കാലാവധി 3 മാസം. ഡോൺ ബോസ്കോയിൽ അന്വേഷണത്തിന് വേണ്ടി ബന്ധപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ ദാനങ്ങൾക്ക് നന്ദി പറയുമ്പോൾ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായുള്ള ആഗ്രഹം ദയാപൂർവം ഞങ്ങളിൽ ജനിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ രക്ഷകന്റെ ജനനം നിർമ്മല മാനസരായി ആദരപൂർവം സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സംബന്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാന്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാന്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാന്യീശോയ്ക്ക് മോക്ഷകവാടം തുറക്കും രക്ഷകരമസ്തി ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരീണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടീണം സ്വർഗത്തിലങ്ങി വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടീണം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവിനാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ